ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റവ ഉപ്മാ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലുണ്ടെങ്കിൽ അത് തന്നെ മതി. എന്നിട്ട് അതിലേക്ക് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച്, അതായത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. എൻ്റെ ഇത് ചൂടായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായി പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് 1 സ്പൂണ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിയെന്ന് പറഞ്ഞാൽ നല്ലോണം മൊരിയൊന്നും വേണ്ട, ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയാൽ മതി. അത് നല്ലോണം ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സബോളയുടെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അത് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അതും നമ്മുടെ അളവ് കുറച്ച് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചുകൊണ്ടും കുഴപ്പമില്ല. നല്ലോണം ഒന്ന് വറുത്ത് വരട്ടെ. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർക്കുന്നത്. അത് ഞാൻ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അത് നല്ലോണം ഒന്ന് പച്ചക്കുത്ത് പോകുന്ന പോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ക്യാരറ്റ് ഒരു ഹാഫ് ബൗളോളം ചേർത്തേക്കണത്. ചെറിയൊരു ബൗള്, വലിയ ബൗളിൽ ചെറിയ ബൗള്, അങ്ങനെയാണെങ്കിൽ 1 ബൗൾ വരെ എടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ഈ പച്ചക്കറി എത്രയാണെങ്കിലും ഇട്ടുകൊണ്ട് പ്രശ്നമില്ല. ഇനി 2 ടേബിൾ സ്പൂൺ ചില്ലി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവ് കുറവാക്കണമെങ്കിൽ കുറവാക്കാം. ഇനി നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അതൊന്ന് പിടിക്കുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മൾ ക്യാപ്സിക്കം ചേർക്കുന്നത്. കാരണം അത് അധികം വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പച്ച കടിക്കുന്ന പോലെ കിടന്നാൽ മതി. അപ്പോൾ അതിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, അധികം നേരമായിട്ട് വേവിക്കേണ്ട. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട്. അത് മല്ലിയിലും പുതിനയിലും ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ചേർക്കുന്നില്ല, മല്ലിയില ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എനിക്ക് മല്ലിയിലയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതാ ചേർത്തത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. എല്ലാതും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് ഉപ്പുമാവ് കുറച്ച് ഡ്രൈ ആയി മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചാലും അതുപോലെ കിട്ടും. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് കൂടുതലോ കുറവോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും ഒരു 1/2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ ഒപ്പം ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർക്കുന്നുണ്ട്. ഇതൊപ്പം ഒന്ന് ബോയിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു കടിക്കുന്ന ഇത് വിട്ട് മാറും. അപ്പോൾ ഇനി ഇതിലേക്ക് റവ ചേർക്കുന്ന വീഡിയോ ഉണ്ട്, ഇത് മിസ്സായിപ്പോയി. അപ്പോൾ 1 കപ്പ് റവയാണ് കേട്ടോ. ഞാൻ പതുക്കെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അതായത് 2.5 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് 250 ml 1 കപ്പ് റവയാണ് ഞാൻ ചേർത്തത്. അത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവയായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റവ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം.
നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉപ്മാവ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഉപ്മാവായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. എല്ലാവർക്കും കഴിക്കാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഹെൽത്തി ഉപ്മാവ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ പഴം കൂട്ടിയിട്ടോ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ കൊടുത്തു വിടാം. ഞാൻ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഒട്ടും ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്കൂളിലേക്കോ ബ്രേക്ക്ഫാസ്റ്റിനോ എങ്ങനെ വേണമെങ്കിലും കൊടുത്തു വിടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.